ഈ ടുക് ടുക് റൈഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തായ്ലൻഡിലുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് ചീനവല. നമ്മളെങ്ങോട്ടാ ഫസ്റ്റ് പോണേ? നമ്മുടെ ബിഗ് ബി മൂവിയിലെ സ്ഥലമാണ് കേട്ടോ ഇത്. പണ്ട് 24 മണിക്കൂർ ഇങ്ങനെയായിരുന്നു. ഹെവാക്കി അങ്ങനെ ആരും കൂട്ടം കട്ടൻ ചായ കുടിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ കൊച്ചിയിൽ ഇത്രയും വർഷമായെങ്കിലും ഡച്ച് പാലസ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഹലോ ഹായ് ഫ്രം ഫോർട്ട് കൊച്ചിൻ. അങ്ങനെ നമ്മുടെ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തില് ഫോർട്ട് കൊച്ചിയിൽ ഫസ്റ്റ് ടൈം ഒരു സ്റ്റേക്കേഷൻ വന്നിരിക്കുക അല്ലേ? അതെ അതെ അതെ. നമ്മളുള്ളത് 8th ബാസ്റ്റൺ എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. നമ്മൾ ഇന്നലെ വന്നു. ഇന്നാണ് നമ്മൾ ആക്ച്വലി ഒരു ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനത്തെ വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കൊച്ചിക്കാരായിട്ട്. അതെ, എല്ലാരും ഉള്ളതാണല്ലോ. നമ്മളിപ്പം പുറത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ ഉള്ള ആൾക്കാർ അതിന്റെ അടുത്തുള്ള ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മളിപ്പം വരുമ്പോഴും ഇവിടുത്തെ നമ്മളെ സ്ഥിരം കുറച്ച് റെസ്റ്റോറൻറ്റ്സ് പോവും, അവിടുന്ന് ഫുഡ് കഴിക്കും, തിരിച്ചു പോകും. ഇതായിരുന്നു പതിവ്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ റിസോർട്ട് ഒരു 2 hour ഫോർട്ട് കൊച്ചി മൊത്തം കാണാൻ പോലെ ഓട്ടോറിക്ഷയിൽ നല്ലൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിസോർട്ടിന്റെ ചെറിയൊരു ടൂറൊക്കെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തരാം. ഓക്കെ, കുഞ്ഞു റിസോർട്ടാണ്, പക്ഷെ ഒരു 19 rooms ഉള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള റിസോർട്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. സോ ഇങ്ങനെയാണ് വ്യൂ. അവിടെ ഒരു നല്ലൊരു പൂളുണ്ട്. ഈ താഴെ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. രാത്രി നല്ല മ്യൂസിക്കും നല്ല ഫുഡും ഒക്കെ ഉണ്ട്. ഇതാണോ, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. ആക്കി തന്നാലേ ലോക്ക് ചെയ്യാൻ പറ്റൂ. ഗോപുവിന്റെ ഇപ്പോഴത്തെ വീഡിയോ എടുക്കുമ്പോഴുള്ള ഭാവം ഞാൻ കാണിച്ചോ. പണ്ട് 24 മണിക്കൂർ ഇങ്ങനെയായിരുന്നു. അയ്യോ, അരിമുട്ട മസിൽ കാണിക്കൂ. കണ്ണാടിയിൽ 1 2 3. ഇതാണ് 8th ബാസ്റ്റൺ ഹോട്ടൽ ഫോർട്ട് കൊച്ചി. ഷൂട്ട് ചെയ്യാൻ അതാ പീരൊക്കെ ഉണ്ട്, കാണിച്ചു കൊടുത്തേ. ഇത് ഇങ്ങനെ വന്ന് ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ വരുന്നത്. അപ്പനെ ഷൂട്ട് ചെയ്യാ. അയ്യോ, പിന്നെ എന്തിനാ ഓവർ ആക്ട് ചെയ്യുന്ന? അതിൽ ബുള്ളറ്റ് ഒന്നും ഇല്ലാന്ന് അപ്പയ്ക്ക് അറിയില്ലേ? ഫുള്ള് അപ്പ എന്നിട്ട് കംപ്ലീറ്റ് ഓവർ ആക്ടിങ് നോക്ക്. സോ നമ്മുടെ ലഞ്ച് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് പോച്ച് ഫിഷ് ആണ്. ഇവിടുത്തെ ഷെഫ് മോർണിംഗ് പർച്ചേസ് ചെയ്യാൻ പോകും. എന്നിട്ട് നല്ല ഫിഷ് ആണെങ്കിലേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറയും. മല്ലറ്റാണ് ഫിഷ്, പോച്ചാണ്. നല്ലൊരു സോസ് ഉണ്ട്. ആ പോച്ച് ചെയ്ത വാട്ടറും ഉണ്ട്. കുറച്ച് റൈസ്, ചിക്കൻ ബ്രസ്റ്റ് റൈസ്, ഗ്രിൽഡ് വെജീസ്, മഷ്റൂം സോസ്, പിന്നെ മഷ്റൂം സോസാണ്. വേണ്ട പൊന്നെ, അത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, നമ്മൾക്ക് ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് മഷ്റൂം സോസ് ആണ് ലഞ്ചിന്. മഷ്റൂം സോസ് ട്രൈ ചെയ്യണോ ഗോപുന്? നമുക്ക് ഭയങ്കര യമ്മി. എന്താ, ഞാൻ നല്ലതാണല്ലോ. ഭയങ്കര ലൈറ്റ്. ട്രൈ ചെയ്യാലോ കുഞ്ഞിന്. ഓക്കെ, കുറച്ച് എരിവുണ്ടോ? സോ നമ്മുടെ ടുക് ടുക് റൈഡിനുള്ള ഓട്ടോ റെഡിയാണ്. നമ്മൾ കുറച്ച് ലേറ്റായി. ഈ ടുക് ടുക് റൈഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തായ്ലൻഡിലുള്ള ഒരു പരിപാടിയാണ്. അവിടുത്തെ ഓട്ടോയ്ക്ക് പറയുന്ന പേരാണ് ടുക് ടുക്. അപ്പം ആ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഓട്ടോ തന്നെ 2 മണിക്കൂറിൽ നമ്മൾ ഫോർട്ട് കൊച്ചി മൊത്തം കാണിച്ചു തരും. അപ്പോൾ നല്ല ലഞ്ചായിരുന്നു. വളരെ മൈൽഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു. കഴിച്ചു. ആൻഡ് നമ്മളൊന്ന് ഫോർട്ട് കൊച്ചിക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെ ആൾ റെഡിയാണ്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നാരും കൂട്ടാ? ആണോ? നമ്മളെങ്ങോട്ടാ ഫസ്റ്റ് പോണേ? ഫസ്റ്റ് ചൈനീസ് ഫിഷ്. ചൈനീസ് ഫിഷിൻ്റെ ചീനവല. ആ,
നമ്മൾ ചീനവല കാണാൻ പോവാണ്. നമ്മള് ചീനവല കാണാൻ പോകുന്നു. ആ പിന്നെന്താ അപ്പൊ മോന്റെ കൈ പിടിക്കൂ. ചേട്ടന്റെ പേരെന്താ? നവാസ്. ഫോട്ടോച്ചി തന്നെയാ? ഇതാണ് ചീനവല. ലെറ്റ്സ് പ്രിറ്റൻഡ് നമ്മള് ഈ സ്ഥലത്തുള്ള ആൾക്കാരൊന്നല്ല. അതെ, ടൂറിസ്റ്റുകളാണ്. കൊച്ചി കാണാൻ വന്നതാണ് ഞങ്ങള്. കൊച്ചി എന്തൊക്കെ പറഞ്ഞാലും ചൈനീസുകാരാണ് ഇത് കണ്ടുപിടിച്ചത്. ആ ഷാർക്ക് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഉറപ്പല്ലേ. നല്ല രസാട്ടോ, ഇതില് പിടിക്കുന്ന കാണാൻ ഭയങ്കര രസാ. അപ്പൊ ഇവരുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് തിരിച്ച് ഓട്ടോയിൽ കയറാം. ഓട്ടോയിൽ കയറാം. ബ്രസലിക്ക. ബ്രസലിക്ക ചർച്ചിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇപ്പൊ നമ്മള് ബ്രസലിക്ക ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആര്യൻകുട്ട ഹാപ്പി ആണോ? ആര്യൻകുട്ടിന് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടോറിക്ഷയില് ട്രാവൽ ചെയ്യാൻ. ഇതാണ് ബ്രസലിക്ക. അതാണോ? ഓ പൊക്കമുത്തേ. എവിടെ പോവാ? Look out, here she comes. ഫസ്റ്റ് ഇതിൽ കല്ലിട്ടത് 1505 ഓ 1505 മെയ് 3-ാം തീയതിയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ഈ ബസിലിക്ക ചർച്ചിന്റെ. കുറെ പഴയതാ അല്ലേ? 1957 raised Santa Cruz Church as Cochin. Visitors not allowed during 1557 ഇത് ആയത്, കംപ്ലീറ്റ് ആയത്. സാന്റാ ക്രൂസ് വാസ് ഡിമോളിഷ്ഡ് ഇൻ 1806. 1806 ഇത് ഡിമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് the present Santa Cruz Cathedral Church was blessed in 1905. പിന്നെ 1905 വീണ്ടും ഉണ്ടാക്കിയത്. It's just the two of us, just the two of us. But I know I'll have to try to let her go, because she won't be mine. I listen when she talks, I watch her when she walks. She's given me these feelings that I've never felt before, but she will never know that I love. നല്ല സ്ഥലം കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത എങ്ങോട്ടാ? ഇന്ത്യൻ നേവി മ്യൂസിയം. ഓക്കെ. Never know, na na. She will never know, na na. Never know, na na. റോക്കറ്റ്, മിസൈല് ഇവ കാണാത്തവർക്ക്, നേരിട്ട് കാണാത്തവർക്ക് ഞങ്ങളുടെ ബ്ലോഗ് കൂടെ കാണാൻ ഒരു അവസരം. Without knowing she did, but I guess that it will pass. എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ മ്യൂസിയം കാണിക്കാൻ വന്നാൽ ദേഷ്യം വരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഹിസ്റ്ററി. നമുക്കറിയാത്ത എന്താ മോനെ ഗണ്ണുകള്, ഡബിൾ ബാരൽ അല്ല സിംഗിൾ ബാരൽ. അടുത്ത സ്ഥലം ഏതാ? അതാ കപ്പലുണ്ട് ആരും അഥവാ അത് പായക്കപ്പൽ. അവിടെ വേറെ കപ്പലുണ്ട്. വാ, സബ്മറൈൻ ഉണ്ട്, സബ്മറൈൻ. ഇതാ ഹെലികോപ്റ്റർ, അതാ എയറോപ്ലെയിൻ, അതാ കണ്ടോ? ഇതൊക്കെ നേവിയുടെയാ. ജെറ്റ് ഫൈറ്ററോ? അത് എടുക്കാൻ പറ്റില്ല, നമുക്കത് കാണാൻ മാറ്റേ പറ്റുള്ളൂ, പഠിച്ചിട്ടേ പോന്നുള്ളൂ. വായിക്കുമ്പോ ഒരു വിഷമം ആണോ? ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടേ നമ്മുടെ നാടൊക്കെ തകർത്തു തെണ്ടികൾ. ആവല്ലേ ടിപ്പു സുൽത്താനൊക്കെ അതൊക്കെ സങ്കടം. അയ്യോ ആ കണ്ണ, അത് റിയൽ ആണ്. ഫോട്ടോ എടുത്തരാ ആര്യൻകുട്ടന്റെ. ഏത്? അവിടെ ഹെലികോപ്റ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കാം, അമ്മ ഫോട്ടോ എടുക്കാം. ഇല്ല അതിൽ ആളില്ല, പോയിരുന്നോ, നിന്നോ. ആ റിയൽ ആണ് കണ്ണ. ഓക്കെ, ആൾക്ക് ഓടിക്കാൻ അത് ചുമ്മാ കാണാൻ വേണ്ടി വെച്ചതാ. Send me a sense of tomorrow that
നമ്മള് മട്ടാഞ്ചേരി പാലസ് അല്ലേ? ഇവിടെ എവിടെ നല്ല ചായക്കടയുള്ളത്? എവിടെ നല്ലതാ? to know it all. ഒരു ബ്ലാക്ക് ടീ ഇട്ടോ. അപ്പൊ എനിക്കോ ഈ ചായ മതിയോ? മീഡിയം അല്ലേ പറഞ്ഞു? കട്ടൻ ചായ വരും മോനെ. അറിയാണ്ട് തൊട്ടതാ. അത് നല്ല ചായ. ഞാൻ ആരും കൂട്ടം കട്ടൻ ചായ കുടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെയാണോ കട്ടൻ ചായ? കട്ടൻ ചായ ഫാനായി. ആര്യൻകുട്ടൻ ഇപ്പൊ കട്ടൻ ചായ കുടിച്ചു തുടങ്ങി. ആര്യൻകുട്ടന് ചെറുങ്ങനെ ടമ്മി അപ്സെറ്റ് ആണ്. ഷോട്ട് നമ്പർ 57. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, പനി മാറി. കട്ടൻ ചായ അപ്പം ഇന്നലെയാണ് ആദ്യമായിട്ട് കട്ടൻ ചായ കുടിക്കുന്നത്. അതെ, പിന്നെ ഏത് ചായക്കട കണ്ടാലും കട്ടൻ ചായ വേണം, കട്ടൻ ചായ വേണമെന്നാ. ചെറിയൊരു ലൂസ് ടൂൾസ് ഉണ്ടായിരുന്നു, അപ്പം കട്ടൻ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് അവന് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൊടുത്തു പോയതാ. പക്ഷെ അവനങ്ങ് ഇഷ്ടമായി. ഞങ്ങളും വിചാരിച്ചു ഇതുവരെ ഒന്നും അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, കുടിക്കട്ടെ കുറച്ച്. കൂട്ടച്ച് വന്ന സ്ഥിതിക്ക് കട്ടൻ ചായ തരാം. വീട്ടിൽ പോയാ ഇല്ല കേട്ടോ. ഇങ്ങോട്ട് വരൂ. അതെ, വയറ് ശരിയായ പിന്നെ നോ കട്ടൻ ചായ. അപ്പൊ ഇടയിൽ ഒരു ചായ ബ്രേക്ക് ഒക്കെ എടുത്തു. നമ്മള് ഇനി നേരെ സ്ട്രെയിറ്റ് ടു മട്ടാഞ്ചേരി പാലസ്. മട്ടാഞ്ചേരി പാലസ്. അത് ലാസ്റ്റ് ആണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ബീച്ച്. Look out, here she comes, the woman that I love. വാവ്, ഇതിലാണ് രാജാവ്. ഇതിലെങ്ങനെയാണ് കേറിയിരിക്കുക? അതിനുള്ളിൽ കയറി ഒരു ചാര്യം ഇരിക്കും. അതെങ്ങനെ? അത്ര പണിയാണോ? ഓ മൈ ഗോഡ്, ഇത്ര ചെറിയ പല്ലക്കിൽ രാജാവ് ഇരിക്കും. ആ, ഇതിനുള്ളിലേക്ക് പോകും. വാവ്, നോക്ക് ഇത് ബ്യൂട്ടിഫുൾ. ആരും കൂട്ടാ ഒറിജിനൽ മ്യൂറൽ ഇതാണ് മ്യൂറൽ പെയിന്റിംഗ്. അങ്ങനെ കൊച്ചിയിൽ ഇത്രയും വർഷമായെങ്കിലും ഡച്ച് പാലസ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണാണ്. ശരിക്കും വർത്ത് സീയിങ് അല്ലെ? ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ എന്താ ഒന്ന് കാണാൻ അല്ലേ? ക്യൂ നിൽക്കാൻ മടിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതും ചില സ്ഥലങ്ങളിൽ ആ നമ്മുടെ പല്ലക്കിന്റെ ഒക്കെ അവിടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഐവറിയാണ്. ഇവിടെ ഉള്ള ഫസ്റ്റ് കയറുമ്പോഴുള്ള മ്യൂറൽ പെയിന്റിങ്, അതും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ആ പെയിന്റിങ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെറിയ റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഐവറിയാണ്. ഐവറിന്റെ എടാ, അത് പല്ലക്ക് വേണ്ടത് ഐവറിയാ, ആനക്കൊമ്പാണ്. അതുകൊണ്ടാണ് കൂടെ നിന്നെടുക്കാൻ പറ്റാത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് രാജാവിന്റെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡാൻസ്, പാട്ടൊക്കെ നടക്കുന്ന ഒരു സദസ്സുണ്ട്. അതിനകത്ത് കേറുമ്പോ എനിക്കൊരു വൈബ് അടിച്ചു. മറ്റേ നമ്മുടെ മണിച്ചിത്രത്താഴിലെ മ്യൂസിക് ഇല്ലേ, ഞാൻ ആലോചിക്കായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് സമ്മതിക്കുമെന്ന്. ചെന്നാ മതി. ഞങ്ങള് കുറെ തവണ അവിടെ വന്നതാ കേട്ടോ, പക്ഷെ ഇതുവരെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഒരു വീഡിയോ ഇപ്പൊ ലൈവ് എടുക്കാം. റെഡി? പൊക്കോ, റെഡി, ഓടിക്കോ. See the ocean, how it sways in the sun. രാഹുൽ ഇപ്പൊ ചീത്ത പറയുന്നത് ഇതെവിടെ നിന്നായിരുന്നു? സിനാഗോഗ് ചർച്ച്, അതായത് ജൂതപ്പള്ളി. പക്ഷെ അത് ഇന്നില്ല. അത് നമ്മളന്ന് പോയി, ഉള്ളിൽ കയറിയില്ല. ഒരു ഇടുക്ക് വഴി പക്ഷെ ഇന്നും കയറാൻ പറ്റില്ല. ഇന്ന് സാറ്റർഡേ ദിവസമാണ്, നാളെ ഓപ്പൺ ആണ്. സെമിത്തേരിയാണ്, ജൂതന്മാരുടെ സെമിത്തേരിയാണിത്. ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു മുന്നേ. ഈ നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം അവർ തിരിച്ചു പോയി. കംപ്ലീറ്റ് ആൾക്കാരും പോയി അല്ലേ? നല്ല രസമുണ്ടാ കാണാൻ. എനിക്കത് കണ്ടിട്ടേ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ആയിരിക്കും അല്ലേ, എന്തൊക്കെ കഥകളൊക്കെ അതിനകത്ത് കിടക്കുന്നത്. നമ്മുടെ ഹോൾഡ് ഹാർബർ ഹോട്ടലില്ലേ, അതുകൊണ്ടല്ലോ ഹോൾഡ് ഹാർബർ, അതിന്റെ തൊട്ടൊരു കോഡർ ഹൗസ് എന്ന് പറയുന്നത്. ഈ കോഡർ എന്ന് പറഞ്ഞ വ്യക്തി ഇസ്രായേലാണ്, ജൂതക്കാരാണ്. അവരുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ 3 മാസം മുമ്പ് മരണപ്പെട്ടു. ഇപ്പൊ ആരുമില്ല. അതെവിടെയാണല്ലേ?
എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും. അതാ ആകാശത്തോപ്പിൻ ഓ ആകാശത്തോപ്പിൻ ഇത്തരം. നല്ല പ്രൈസിന് ഇവിടെ വന്ന സാധനം തരും. ആരാത്? എനിക്കൊരു ടോപ്പും ഗോപുന് 2 ഷർട്ടും. ഇനി എങ്ങോട്ടാ? ഇനി ബീച്ച്. പറ. നിങ്ങൾ ഇത്രയും നേരം അവന്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഏതാ? ചാർലിയിൽ ദുൽഖർ താമസിച്ച വീടാണിത്. പോവാം. നമ്മുടെ ബിഗ് ബി മൂവിയിലെ സ്ഥലമാണ് കേട്ടോ ഇത്. എവിടെ പോവാ നമ്മള്? ഹാപ്പി ആയോ? ബീച്ച് വരൂടാ. ഫൈനലി ആര്യൻകുട്ടൻ ബീച്ചിലേക്ക്. സമയം ഇപ്പോ 6 മണിയായിട്ടുണ്ട്. നമ്മള് ഫൈനലി ബീച്ചിലെത്തി. കുറച്ചു നേരം ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. സൺസെറ്റ് ഒക്കെ കണ്ട്. ബീച്ചിൽ ഇറങ്ങണ്ടേന്നാണ് ആര്യൻകുട്ടൻ ചോദിക്കുന്നത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഈ ബീച്ചില് നമ്മളെ ഈ അഴിമുഖത്ത് നിന്നൊക്കെ ഫുള്ള് പായൽ വന്ന് അടിഞ്ഞു കിടക്കാണ്. അപ്പം ഇവിടെ കളിക്കാൻ കൊള്ളൂല കംപ്ലീറ്റ്. അപ്പൊ പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അല്ല, ഇന്നത്തെ ഔട്ടിങ് വൈൻഡപ്പ് ചെയ്യാണ്. നേരെ ഇനിയിപ്പം നമ്മൾ ഹോട്ടലിൽ പോവും, നല്ലൊരു ഡിന്നർ കഴിക്കും, പിന്നെ റൂമൊക്കെ കാണിച്ചു തരാം. നല്ലൊരു റിസോർട്ടാണ്, കുഞ്ഞു റിസോർട്ടാണ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ മെല്ലെ പോട്ടെ. ഇപ്പൊ ക്യാമറ ഓഫ് ആവും. ബൈ. അങ്ങനെ നമ്മള് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഇന്നിപ്പോ സൺഡേ ആണ്. നമ്മൾ ഫുൾ ഡേ ഇന്ന് ഫോർട്ട് കൊച്ചിയിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഇന്നലെ പോയതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഷൂട്ടിനായിട്ട് പോയി. കുറെ ഫോട്ടോസും റീൽസും ജ്യൂസ് സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു. എൻ്റെ അമ്മ എന്തൊരു രസമാണ് അവിടെ. പക്ഷെ കുറച്ച് കത്തുന്ന വെയിലായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിവേസ് നല്ല 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഇവിടെ. പേഴ്സണലി എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എന്തായാലും റൂം ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇത് ഞങ്ങളുടെ റൂമിലേക്കുള്ള ഒരു എൻട്രി വേ ആണ്. എന്ത് രസം ഇവിടെ നിന്ന് ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബ്. അപ്പൊ ഞാൻ എൻ്റെ റൂം കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട്. ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഈ ബാൽക്കണിയിൽ നിന്നാല് നമ്മുടെ ഫുൾ പ്രോപ്പർട്ടിയിലേക്ക് നല്ല വ്യൂ ആണ്. അതെ, എനിക്ക് തോന്നുന്നത് ഈ പ്രോപ്പർട്ടിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൂം, അല്ല ഏറ്റവും നല്ല റൂം തന്നെയല്ലേ. ഒരു നല്ല പ്രൈവസി ഉള്ള, അതായത് ഈ റൂമിന്റെ അപ്പുറത്തേക്ക് വേറെ റൂംസ് ഇല്ല. ഇവിടുന്ന് കംപ്ലീറ്റ് കാണാം. ഇപ്പുറത്തും ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. നല്ല പ്രൈവസി ഉള്ള റൂമാണ്. സോ നമ്മുടെ 2 ദിവസത്തെ സ്റ്റേ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഈ ഹോട്ടലിലെ നല്ല സ്റ്റാഫ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലെ? നല്ല സർവീസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, പിന്നെ നല്ല റിലാക്സ്ഡ് ആയിരുന്നു. റൂമൊക്കെ നല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ക്ലീൻ ആയിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഇത്രയും കാലം ഇപ്പൊ ഞാൻ 2007 മുതൽ കൊച്ചിയിലുണ്ട്. 17 കൊല്ലം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓട്ടോയിലൊക്കെ കയറി മൊത്തം സ്ഥലങ്ങളും ചുറ്റി നടന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ ഇത്രയും സ്ഥലമുണ്ട് കാണാൻ എന്നുള്ളത്
അല്ല എന്നിട്ട് അല്ലേ? നമ്മള് വാസ്കോഡ ഗാമയുടെ ചാപ്പലൊന്നും കണ്ടിട്ടില്ല. ഇനിയും കാണാണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ നല്ല എസ്ര വൈബിലുള്ള ഒരു ചോച്ചാണ് ഇത്ര ചെറിയ. ഇന്ന് ഞാൻ കണ്ടില്ല. കൊറേ ഫോട്ടോ എടുത്തു. വയ്യ, ചെക്കനും വയ്യ. പോണെന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഗോകു ടയർഡാന്ന് പറഞ്ഞുകൊണ്ട് ഞാനല്ല, മോന് എന്താ അറിയോ, പോവാം. അപ്പൊ നമ്മള് സ്ഥലങ്ങളൊക്കെ കണ്ടു, ഹാപ്പി ആയി. ഒരു സാറ്റർഡേ സൺഡേ റിലാക്സ് ചെയ്തു. ആരും കൂടെ എൻജോയ് ചെയ്തോ? ടബിലൊക്കെ ഇരുന്ന് നമ്മള് 2 ദിവസം ടബിൽ ഇരുന്ന് നന്നായിട്ട് അങ്ങോട്ട് കുളിച്ചു അല്ലേ ആരും കൂട്ടാ? അപ്പൊ എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ 8th ബാസ്റ്റിൻ ഹോട്ടലിൽ താമസിച്ച് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഹോട്ടലിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഇത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ഹോസ്റ്റ് ചെയ്തതിന് 8th ബാസ്റ്റിന്റെ എല്ലാ ടീമിനോടും വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ലവ്ലി പ്രോപ്പർട്ടി. We loved it. Yes, everything. And thank you so much for watching this video. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടാഗ് ചെയ്യൂ. ഓക്കെ, വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യൂ. അപ്പൊ see you very soon. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ആരും കൂട്ടാ ബൈ പറ. ബൈ. Thank you so much for watching. Bye-bye.